മനുഷ്യരെല്ലാം മാറിപ്പോകുന്നവരാണ്. ജീവിതത്തിലെ സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് മനുഷ്യരുടെ ബന്ധങ്ങളും സ്വഭാവങ്ങളുമെല്ലാം മാറും. ഇന്ന് സ്നേഹിതരായി കൂടെയുള്ളവർ നാളെ ശത്രുക്കളായി മാറിയെന്നും വരാം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുക്കളെന്ന് തോന്നുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കാലെ പിടിച്ച് താഴേക്ക് നമ്മളെ വലിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഒരു കാര്യം ഉറപ്പാണ്, ഒരു കാലത്ത് നമ്മളവരെ സ്നേഹിച്ചവരാണ്, അവർക്ക് വേണ്ടി കരുതിയവരാണ്, നമ്മുടെ കൂടെ ഭക്ഷണം കഴിച്ചവരാണ്, നമ്മുടെ കൂടെ ഒരുമിച്ച് യാത്ര ചെയ്തവരാണ്. നമുക്ക് പരിചയമില്ലാത്ത, ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആരും നമ്മളെ ശത്രുക്കളായി മാറത്തില്ല. പ്രിയരെ, നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ ഇങ്ങനെയാണ്. ഇതെല്ലാം മാറി മാറി മറിയും. ഇന്ന് നമ്മുടെ കൂടെ നിൽക്കുന്നതെന്ന് തോന്നുന്നവർ നാളെ കൂടെ ഉണ്ടാകണമെന്നില്ല. ഇന്ന് നമുക്ക് വേണ്ടി കൈയടിക്കുന്നവർ നാളെ നമ്മുടെ കൂടെ ഉണ്ടാകണമെന്നില്ല. എന്നാൽ നമ്മളെ ആശ്വസിപ്പിക്കുന്ന, ബലപ്പെടുത്തുന്ന ഒരു കാര്യം, യേശു ക്രിസ്തു മാറ്റമില്ലാത്തവനാണ്. ഹീ ഈസ് സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ടുമോറോ. കർത്താവിനൊരു മാറ്റമില്ല. നമ്മുടെ സാഹചര്യങ്ങൾ മാറിയാലും, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും, ഹല്ലേലൂയ, ഈ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ഈ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നവനല്ല നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ഏത് പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ വഴി നടത്തുന്നവനാണ്. പ്രിയരെ, ഏതെങ്കിലും ഒരു പ്രതിസന്ധികളുടെ നടുവിലാണോ നാം? നമ്മുടെ സ്നേഹിതർക്കോ നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ നമ്മെ സഹായിപ്പാൻ കഴിയത്തില്ലെങ്കിലും നമ്മെ സഹായിപ്പാൻ കഴിയുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. യേശുവെ ഒന്ന് വിളിച്ചാൽ, യേശുവെ എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, അപ്പോൾ തന്നെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കരുതെന്നല്ല ചെയ്ത കർത്താവ് ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട്. ഈ കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് കഴിയും. ഈ കർത്താവ് മാറിപ്പോകാത്ത ഒരു സ്നേഹിതനാണ്. അങ്ങ് എവിടെയോ ദൂരെ ഇരുന്ന് നമ്മളെ കാണുന്ന ഒരു ദൈവമല്ല, എപ്പോഴും നമ്മുടെ കൂടെ വസിക്കുന്ന സർവ്വശക്തനായ ദൈവം എല്ലാ പ്രതിസന്ധികളിലും നിങ്ങളെ ജയോത്സവമായി നടത്തട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.